നിദ്ര തന്നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റൊരു കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. നിദ്ര തന്നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റൊരു കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. വെള്ളാരം കല്ലു തൂക്കി ഞാൻ നല്ലൊരു വെണ്ണക്കൽ കൊട്ടാരം കെട്ടി. വെള്ളാരം കല്ലു പെറുക്കി ഞാൻ നല്ലൊരു വെണ്ണക്കൽ കൊട്ടാരം കെട്ടി. 7 നിലയുള്ള വെൺമാടക്കെട്ടിൽ ഞാൻ വേഴാമ്പൽ പോലെ ഇരുന്നു. രാജകുമാരനെ കാണാൻ നിദ്ര തന്നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റൊരു കാണാത്ത കരയിൽ ചെന്നെത്തി. കാണാത്ത കരയിൽ ചെന്നെത്തി. മഹാഗായികയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുക എന്ന് പറയുന്നത് അവളൊന്നും ആളല്ല എന്ന് നിസ്സംശയം പറയാം. എന്നിരുന്നാലും ഗായിക ആയിട്ടുള്ള എസ് ജാനകിയെക്കുറിച്ച് അനുസ്മരിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. തെന്നിന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് എസ് ജാനകി. ഏതാണ്ട് 60 വർഷക്കാലത്തോളം തൻ്റെ സംഗീതയാത്ര വളരെ വിജയകരമായിട്ട് നടത്തിയ വ്യക്തിയാണ് എസ് ജാനകി. കേരളത്തെ രൂപീകരിച്ച് 1956 മുതൽ 2016 തൻ്റെ വിരമിക്കൽ, സംഗീതരംഗത്ത് തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ശേഷവും സംഗീതരംഗത്ത് അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. 1938 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ആണ് ശരിക്കും എസ് ജാനകി ജനിക്കുന്നതെങ്കിലും മലയാളികളായിട്ടുള്ള നമ്മളിൽ ഏറെ പേരും എസ് ജാനകി എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു മലയാളിയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ജാനകിയെ ഒരു തമിഴ്നാട്ടുകാരിയായിട്ടാണ് കാണുന്നത്. കർണാടകയിലുള്ള ആൾക്കാർ ജാനകിയെ ഒരു കർണാടകക്കാരിയായിട്ടാണ് കാണുന്നത്. അതുതന്നെയാണ് ജാനകിയുടെ പ്രത്യേകത എന്ന് വേണം നമുക്ക് പറയാം. നമ്മുടെ മലയാളികളുടെ സംഗീത ജീവിതമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു ഗായികയാണ് എസ് ജാനകി. 2016 അദ്ദേഹം വിരമിച്ചെങ്കിൽ 2017 അവസാനത്തെ സംഗീത പരിപാടി എസ് ജാനകിയുടേതായിട്ട് നടക്കുന്നത്. അതിനുശേഷവും ഈ പറയുന്ന പുതിയ തലമുറ, ഇന്നൊക്കെ നമ്മൾ ജൻസി എന്ന് വിളിക്കുന്ന പുതിയ തലമുറ പോലും പാടി നടക്കുന്നത് എസ് ജാനകി അമ്മയുടെ പാട്ടായിട്ടുള്ള കിളിയെ കിളിയെ പോലുള്ള പാട്ടുകളൊക്കെയാണ്. ഈ പറയുന്ന അടുത്ത കാലത്ത് 2025 ഇറങ്ങിയ ലോക സിനിമയിലൊക്കെ ആ ഒരു പാട്ട് റീലായിട്ട് വന്നതും, അതുപോലെ തന്നെ ഫുട്ബോൾ രംഗത്തുള്ള റിയൽ മാൻഡ്രിഡ് ആണെന്ന് തോന്നുന്നു. റിയൽ മാൻഡ്രിഡ് ഒരു റീലിൽ ഈ പറയുന്ന ഗാനം എടുത്ു പ്രയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷമൊക്കെയാണ് ഈ കിളിയെ കിളിയെ എന്നൊക്കെ പറയുന്ന മനോഹര ഗാനം പ്രചാരത്തിൽ ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 1956 സംഗീത രംഗത്തേക്ക് വരുന്നെങ്കിൽ 1957 സിനിമാ രംഗത്ത് ആദ്യമായിട്ട് എസ് ജാനകി പാടിയിട്ട് വരുന്നത്. മലയാളത്തിലും ആദ്യമായിട്ട് പാടുന്ന 1957. എന്നാലും 1962 ഇറങ്ങിയ ഗാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എസ് ജാനകിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഗാനമായിട്ടുള്ള ശിങ്കാരി വേലന ദേവ എന്ന് പറയുന്ന ഒരു ഗാനമാണ് എസ് ജാനകിയെ പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നത്. എസ് ജാനകി എന്ന് പറയുന്ന ഒരു ഗായിക ആദ്യമായിട്ടൊരു തൻ്റെ അടയാളപ്പെടുത്തൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഗാനത്തോടെയാണ്. ഈ പറയുന്ന കാലഘട്ടത്തിലൊക്കെ പി സുശീല, പി ലീല പോലുള്ള ഗായികമാരൊക്കെ ആയിരുന്നു കൂടുതൽ തെളിഞ്ഞു നിന്നിരുന്നത്, പ്രശസ്തിയിൽ നിന്നിരുന്ന ആൾക്കാർ. എസ് ജാനകി അമ്മയ്ക്ക് ആ സമയത്ത് വളർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഗായിക എന്ന നിലയിൽ. പക്ഷെ ആ ഒരു സമയത്ത് ഈ ഒരു ഗാനം എടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൽ ഈ നാഗസ്വരം എന്ന് പറയുന്ന ഒരു ഉപകരണം, അതിൻ്റെയൊക്കെ ശ്രുതി ചേർത്ത് പാടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗാനം ആദ്യമായിട്ട് ഏൽപ്പിക്കുന്നത് പി ലീലയായിരുന്നു. പി ലീലയ ഒരു പാട്ട് ഗാനം റെക്കോർഡ് ചെയ്യാൻ എത്തിയപ്പോൾ ശരിക്കും ഈ പറയുന്ന നാഗസ്വരമായിട്ട് ആ ശ്രുതി അങ്ങോട്ട് അധികം ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ ഇതിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല.
അവസാനം പി ലീല പിന്മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പി സുശീലയെ വിളിക്കുന്നത്. പി സുശീലയും ശരിക്കും ആ ഒരു ഗാനത്തിൽ അവർക്ക് ഈ പറയുന്ന സംവിധായകന് വേണ്ട ആ ഒരു പൂർണ്ണതയിലേക്ക് ആ പറയുന്ന ഗാനം എത്തിയില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അവസാനം ഒരു അഭിപ്രായം മറ്റുള്ളവരൊക്കെ പറയുന്നു, സംഗീത സംവിധായകരുടെ അഭിപ്രായം പറയുന്നു, ഇപ്പോഴൊരു വളർന്നു വരുന്ന ശ്രുതിയൊക്കെ ചേർത്ത് പാടാൻ പറ്റിയ പാട്ടാക്കി ഒരു രാഗത്തിൽ പറഞ്ഞു കൊടുത്താൽ ആ രാഗത്തിൽ അങ്ങേയറ്റം അപഘാതത്തോടെ തന്നെ പാടാൻ പറ്റുന്ന ഒരു ഗായിക വളർന്നു വന്നിട്ടുണ്ട്, അവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് പറയുന്നു. അങ്ങനെയാണ് എസ് ജാനകി എന്ന് പറയുന്ന ഗായിക ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഈ ഒരു ഗായിക കണ്ടപ്പോൾ പുതിയൊരു ഗായിക ആയതുകൊണ്ട് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം പാട്ട് പറഞ്ഞു കൊടുത്ത് ഒന്നാമത് പാടിയപ്പോൾ തന്നെ എല്ലാവർക്കും അത്ഭുതവും സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന നാഗസ്വരം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ആ ഒരു ശ്രുതി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും അങ്ങനെ ശിങ്കാര വേലന ദേവ എന്ന് പറയുന്ന ഗാനം ജാനകിയുടെ ശബ്ദത്തിൽ അങ്ങനെയാണ് 1962 രൂപമെടുത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ശരിക്ക് ജാനകി അമ്മക്ക് ഒരു ഗാനരംഗത്ത് അല്ലെ സിനിമാ ഗാനരംഗത്ത് ഒരു ബ്രേക്കാണ് നൽകുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഒട്ടനവധി ഗാനങ്ങൾ വിവിധ ഭാഷകളിൽ ഏതാണ്ട് 17-18 ഭാഷകളിലായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഗാനങ്ങൾ 48,000 ഗാനങ്ങൾ പാടാനുള്ള അവസരം ജാനകി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശ ഭാഷകളിലും ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ജർമ്മൻ പോലുള്ള ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ, ജപ്പാനീസ് ഭാഷയിലൊക്കെ പാട്ട് പാടിയിട്ടുള്ള വ്യക്തിത്വമാണ് ശരിക്ക് എസ് ജാനകി എന്ന് പറയുന്ന ഗായിക. നമ്മുടെയൊക്കെ സംഗീത ആസ്വാദനത്തെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോയ ഒട്ടനവധി ഗായകരുണ്ട്. അതിൽ തന്നെ മുൻപന്തിയിലുള്ള വ്യക്തിത്വമാണ് എസ് ജാനകി എന്ന് പറയുന്ന വ്യക്തിത്വം. പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ 33ഓളം സംസ്ഥാന പുരസ്കാരങ്ങൾ, ഇന്ത്യയിലുള്ള ഏതാണ്ട് ഗായികമാർക്ക് നൽകുന്ന അല്ലെങ്കിൽ ഗാനരംഗത്ത് നൽകുന്ന ഏതാണ്ട് ഒട്ടനവധി മികച്ച ഏതാണ്ട് എല്ലാ അവാർഡുകളും നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എസ് ജാനകി എന്ന് പറയുന്നത്. അതിൽ തന്നെ മലയാളത്തിൽ 11 തവണ നമ്മുടെ സംസ്ഥാന പുരസ്കാരം, ഏറ്റവും മികച്ച ഗായികക്കുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. ശരിക്ക് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് സംസ്ഥാന പുരസ്കാരം നേടുന്ന 1970-ലാണ്. 1970 നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടൊരു ഗാനമാണ്, ഏതാണ്ട് പരിചിതമായിട്ടുള്ള ഇന്നലെ നീ ഒരു സുന്ദരഗാനം, യേശുദാസിന്റെ ശബ്ദത്തിലും ആ ഗാനം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നീ ഒരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു എന്ന് പറയുന്ന മനോഹര ഗാനം. നമ്മളെ യേശുദാസിന്റെ ശബ്ദത്തിൽ കൂടുതൽ കേട്ടതാണെങ്കിൽ പോലും മനോഹരമായിട്ടുള്ള ആ ഗാനത്തിനാണ് ആദ്യമായിട്ട് മലയാളത്തിൽ എസ് ജാനകിക്ക് ഒട്ടനവധി സംഗീത രംഗത്തൊക്കെ ജാനകി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ചുരുക്കി പറയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജാനകിയുടെ പ്രധാനപ്പെട്ട ഗാനങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഏതാണ്ട് 260ഓളം സംഗീത സംവിധായകരുടെ കീഴിൽ പാടാൻ ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ പാടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എസ് ജാനകി അമ്മ. 260ഓളം സംഗീത സംവിധായകരുടെ അതുപോലെ തന്നെ പാട്ട് എഴുത്തുകാരുടെ കീഴിലൊക്കെ ഒരു ഒട്ടനവധി ഗാനങ്ങൾ പാടാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു ശരിക്ക് MS ബാബുരാജ്, പി ഭാസ്കരൻ, എസ് ജാനകി എന്ന് പറയുന്ന കൂട്ടുകെട്ട്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ അവരുടെ കൂട്ടുകെട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ എസ് ജാനകി അമ്മ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പറയുന്നവരുടെ കീഴിലാണ്. MS ബാബുരാജ് എന്ന് പറയുന്ന സംവിധായകൻ രംഗത്ത് വരുന്നതും എസ് ജാനകിയുടെ യഥാർത്ഥ നമ്മളൊരു ഗോൾഡൻ നീറ എന്നൊക്കെ പറയുന്ന സുവർണ കാലഘട്ടം ആരംഭിക്കുന്ന അതോടെയാണ്. നമ്മുടെ ഇന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള എസ് ജാനകി അമ്മയുടെ ഗാനങ്ങളൊക്കെ MS ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന വാസന്ത പഞ്ചമി നാളിൽ പോലുള്ള പൊട്ടാത്ത പൊന്നിൻ കിനാബ് കൊണ്ടൊരു പോലുള്ള ഗാനങ്ങൾ, അതുപോലെ തന്നെ താമര കുമ്പിളല്ലോ മമ ഹൃദയം പോലുള്ള ഗാനങ്ങളൊക്കെ MS ബാബുരാജിന്റെ കീഴിലാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. അതുല്യ പ്രതിഭയാണ് ജാനകി അമ്മ പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അതൊക്കെ അനുഭവം നമ്മൾ എവിടെയോ വായിച്ചിട്ടുണ്ട്. ശരിക്കും രവിമാനൊക്കെ പറയുന്ന ഒരു അനുഭവമായിരുന്നു, ഏതോ പുസ്തകത്തിലൊക്കെ വായിച്ചതാണ്. ശരിക്ക് അവസാന കാലത്ത് പി ഭാസ്കരനൊക്കെ രോഗശൈലിയിൽ കിടക്കുമ്പോഴും ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട സമയത്തൊക്കെ ജാനകി അമ്മ അദ്ദേഹത്തിനെ സന്ദർശിച്ച സമയത്ത് ജാനകി അമ്മ ഇവിടെ പോയിട്ട് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, ഇത് ആരാണ് എന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയാണ്. ആരാണ് ജാനകി അമ്മയാണ് അല്ലെ എസ് ജാനകിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ പി ഭാസ്കരന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നേയില്ല.
അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു. അവസാനം എല്ലാവർക്കും സങ്കടമായി. ജാനകി അമ്മക്ക് അങ്ങേയറ്റം സങ്കടമായി. തന്നെ തിരിച്ചറിയാൻ ഇദ്ദേഹത്തിന് പറ്റുന്നില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയിട്ടാണ് ഞാനൊരു ഗായിക എന്ന പേരെടുത്തത്, പക്ഷെ തന്നെ ഒരു തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി എന്നൊക്കെ കണ്ട് സങ്കടം വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പറയുന്നത്, ഏതെങ്കിലും കുറച്ച് പാട്ടുകളൊന്ന് പാടി നോക്കൂ, അദ്ദേഹത്തിന് ചിലപ്പോൾ മനസ്സിലാവും, ഓർമ്മ വരും. അപ്പോൾ അത് കേട്ടപ്പോൾ ജാനകിയും ഇവിടുന്ന് തന്നെ മൂന്നാല് പാട്ട്, ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയ താമര കുമ്പിളല്ലോ ഹൃദയം, നാദാമി, അത് അദ്ദേഹത്തിന്റെ അല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന വാസന്ത പഞ്ചമി നാളിൽ, പൊട്ടാത്ത പൊന്നിൻകിനാവ് പോലുള്ള പാട്ടുകളൊക്കെ പാടിയപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് പാട്ടുകളൊക്കെ തിരിച്ചറിയുന്നു. അപ്പോൾ പാട്ടുകൾ ആസ്വദിക്കാൻ തുടങ്ങി. ആ പാട്ടുകളുടെ വരികളൊക്കെ അദ്ദേഹം സ്വയം പാടാൻ തുടങ്ങി. പക്ഷെ എന്നിട്ട് പോലും ജാനകിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. പാട്ടുകളൊക്കെ, വരികളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓർമ്മ വരാൻ തുടങ്ങി. ജാനകി അമ്മയുടെ കൂടെ പാട്ടുകളൊക്കെ പാടി. അവസാനം പോവാൻ പോകുമ്പോൾ, മടങ്ങാൻ സമയത്ത്, ജാനകി അമ്മ ഇവിടുന്ന് മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഈ പാട്ടുകളൊക്കെ വളരെ മനോഹരമാണ്, ഗംഭീരമായ പാട്ടുകളാണ്, ആരാണിതൊക്കെ എഴുതിയത്, അവരെ എൻ്റെ അഭിനന്ദനം അറിയിക്കണം കേട്ടോ എന്നാണ് അവസാനം പറഞ്ഞത്. സ്വയം എഴുതിയത്. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ അദ്ദേഹം തന്നെ, ജാനകി അമ്മ തന്നെ ഒരു ഇന്റർവ്യൂവിൽ വിവരിച്ചതായിട്ട് രവിമാനൻ എവിടെയോ ഫേസ്ബുക്കിൽ എങ്ങനെയാണെന്നോ ഞാൻ വായിച്ചത്, എഴുതിയതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ പാട് റെക്കോർഡ് ചെയ്തതിനു ശേഷം MS ബാബുരാജയ്ക്ക് ഒരുപാട് തവണ ഈ ജാനകി അമ്മയെ തന്നെ തൊഴുതിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പാടാൻ കഴിയുന്നത് എന്ന് ചോദിച്ച അവസ്ഥയൊക്കെ എവിടേക്കോ വായിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ മിക്കവരും, നമ്മുടെ MS വിശ്വനാഥൻ ഒരു തവണ, MS വിശ്വനാഥൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ, അദ്ദേഹം ഒരു തവണ പറഞ്ഞിരിക്കുന്നത്, ജാനകി ഒരു കൊടുങ്കാട്ടിൽ കൊണ്ട് ആക്കിയാൽ, ജാനകിയമ്മയെ ഒരു കൊടുങ്കാട്ടിൽ വിട്ടാൽ ആ കൊടുങ്കാട് ഏതാനും നിമിഷങ്ങൾക്കകം സംഗീത സാന്ദ്രമാവും എന്നൊക്കെയാണ് അദ്ദേഹം ഒരു തവണ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒട്ടനവധി പേര്, വിദ്യാസാഗർ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ഒരു തവണ തന്നെ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മികച്ച കാതൽ എന്നൊരു സിനിമയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു യുഗ്മഗാനമുണ്ട്, SP ബാലസുബ്രഹ്മണ്യത്തിന്റെ കൂടെ എസ് ജാനകി പാടിയ മനോഹരമായിട്ടുള്ള ഒരു യുഗ്മഗാനമാണ് മലരേ മൗനമാ എന്ന് പറയുന്ന ഒരു, മലരേ മൗനമാ വേദമാ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യുഗ്മഗാനമാണ്. ആ ഒരു യുഗ്മഗാനത്തിന്റെ ഒരു സൃഷ്ടി അദ്ദേഹം ഒരു തവണ വിവരിച്ചിട്ടുണ്ടായിരുന്നു. SP ബാലസുബ്രഹ്മണ്യം തന്നെയാണ് ആ സിനിമയിലെ മറ്റൊന്ന് രണ്ട് ഗാനങ്ങളൊക്കെ പാടിയത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു രീതിയുണ്ട്, വൈകുന്നേരം ഒരു 6:30-7 മണി കഴിഞ്ഞാൽ പിന്നെ അന്ന് സ്റ്റുഡിയോ അപ്പോഴെ തന്നെ പൂട്ടുകയാണ് ചെയ്യുക. പിന്നെ അദ്ദേഹം പാടില്ല, കാരണം പിന്നെ വോയിസ് റെസ്റ്റ് ആണ്. ചില ഗായകരുടെ രീതിയാണത്, രാത്രി സമയങ്ങളിലൊന്നും പിന്നെ പാട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കാരണവശാൽ ആ തീരുമാനം മാറ്റാറുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പാട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഇദ്ദേഹം സമ്മതിക്കൊന്നും തോന്നുന്നില്ല ശരിക്കും. അതുകൊണ്ട് ചോദിക്കാനും ഇദ്ദേഹത്തിന്, വിദ്യാസാഗർ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ, അങ്ങേയറ്റം മടിയുണ്ടായിരുന്നു. ഒടുവിൽ ഏതായാലും ഒരു കാര്യം, അദ്ദേഹം ഇതൊന്ന് കേട്ടു നോക്കൂ. ജാനകിയമ്മ ഓൾറെഡി അദ്ദേഹത്തിന്റെ ഭാഗം, യുഗ്മഗാനം ആയതുകൊണ്ട് തന്നെ ജാനകിയമ്മ അദ്ദേഹത്തിന്റെ ഭാഗം പാടി തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി പാടേണ്ടത് ശരിക്കും SP ബാലസുബ്രഹ്മണ്യമാണ്. അപ്പൊ അദ്ദേഹത്തിനോടൊന്ന് ഈ പാട്ട് കേട്ടു നോക്കൂ, നാളെ ആയാലും പാടിയാൽ മതി. ഈ ജാനകിയമ്മ പാടിയ ഭാഗം ഒന്ന് കേട്ടു നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ SP ബാലസുബ്രഹ്മണ്യം സമ്മതിച്ചു. ഓക്കെ, ഒന്ന് കേട്ടു നോക്കാം എന്ന് പറഞ്ഞ അവസാനം പ്ലേ ചെയ്ത് ജാനകിയമ്മ പാടിയ ഭാഗം, ആ പാട്ട് കേട്ടപ്പോൾ പിന്നെ അപ്പോഴെ തന്നെ അദ്ദേഹം ചാടി പറഞ്ഞു, ഇപ്പോഴെ തന്നെ സ്റ്റുഡിയോ ഓൺ ആക്കിക്കോളൂ, എനിക്ക് ഇപ്പോഴെ തന്നെ ആ പാട്ട് പാടണം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. അപ്പോഴെ തന്നെ ജാനകിയമ്മ, കാരണം അതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് ജാനകിയമ്മ പാടിയ പാട്ടിന്റെ ആ ഭംഗി കൊണ്ടും അതിന്റെ പെർഫെക്ഷൻ കാര്യങ്ങൾ കണ്ടപ്പോഴും, ആ പാട്ടിന്റെ ഒരു എന്താണ് ശ്രുതിമധുരമായിട്ടുള്ള ശബ്ദം കേട്ടപ്പോഴും അദ്ദേഹത്തിനും ആവേശമായി, ഈ പാട്ട് എത്രയും പെട്ടെന്ന് പാടി തീർക്കണമെന്ന് ആവേശമായി. ഒടുവിൽ സ്റ്റുഡിയോ ഒക്കെ ഓൺ ചെയ്ത് അപ്പോൾ തന്നെ പാടി. അപ്പോൾ 2-3 ടേക്ക് എടുക്കുമ്പോഴത്തേക്ക് പാട്ട് സംഗീത സംവിധായകൻ വിചാരിച്ച പെർഫെക്ഷൻ തന്നെ വന്നു, ഓക്കെ ആയി. പക്ഷേങ്കിൽ SP ബാലസുബ്രഹ്മണ്യം നിർത്തുന്നേയില്ല ആ പാട്ട്. അദ്ദേഹം പിന്നെയും ഒരു 10-15 തവണ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം രാത്രി സമയം അങ്ങ് 10 മണിയും കഴിഞ്ഞ് 11 മണിയായിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ പാട്ട്, ഈ മലരേ മൗനമാ എന്നുള്ളത്. അവസാനം അതിനുള്ള കാരണം എന്ന് പറയുന്നത്, മതി, നമുക്ക് വേണ്ടതൊക്കെ ആയിട്ടുണ്ട്, മതി മതി എന്ന് പറഞ്ഞിട്ട് SP ബാലസുബ്രഹ്മണ്യം പാട്ട് നിർത്തുന്നില്ല. അവസാനം പറയാണ്, ഞാൻ എത്ര പാടിയിട്ടും S ജാനകി അമ്മ പാടിയ അത്രയും വരുന്നില്ല, എനിക്ക് തൃപ്തിയാവുന്നില്ല എന്നാണ് അവസാനം SP ബാലസുബ്രഹ്മണ്യം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പാടിയത്. ഇതൊക്കെ വിദ്യാസാഗർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ വിവരിച്ചതായിട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ, നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു, നീലജലാശയത്തിൽ.
എന്ന് പറയുന്ന മനോഹര ഗാനം KT ഉമ്മറിന്റെ സംഗീത സംവിധാനത്തിൽ എഴുതുക. അതുപോലെ നമുക്ക് ഭക്തിഗാനം അതിന്റെ അങ്ങേയറ്റത്തിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ജാനകി അമ്മയെ വ്യത്യസ്തമാക്കും നമുക്കറിയാം. ഭക്തിഗാനത്തിലൊക്കെ ഒരുപാട് നല്ല കേശാദിപാദം, തൊഴുന്നേ പോലുള്ള ഗാനങ്ങൾ, അതുപോലെ KT ഉമ്മർ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞാനൊക്കെ എപ്പോഴും റേഡിയോയിൽ കേൾക്കുന്ന മനോഹരമായിട്ടൊരു പാട്ടാണ് മഴമുകിലൊളിവർണ്ണൻ. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഒഴുകിടുമാറ്റിന്റെ കൽപ്പടവിൽ ചാരെ ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി എന്ന് പറയുന്ന പാട്ടുകളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പാട്ടുകളാണ്. ഒട്ടനവധി പാട്ടുകൾ, അതുപോലെ മറ്റ് സംഗീത സംവിധായകനാർമണിയമ്മ, പൂമുല്ലക്കാവിലമ്മ, കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ, ആളിമാരൊത്തുകൂടിയാമ്പൽ പൂക്കടവിങ്കൽ ആയില്യപ്പൂനിലാവിൽ കുളിക്കാൻ പോയി. പുലയനാർമണിയമ്മ, പൂമുല്ലക്കാവിലമ്മ, കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. പാട്ടുകളാണ് വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ, ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. ദൂരേതോ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി, ദൂരെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ സംഗീത ലോകത്ത് നമ്മളൊക്കെ എവിടെയൊക്കെ നമ്മളെ മാതൃഭൂമിയൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ ജാനകി അമ്മയൊക്കെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൽ പോലെയാണ് എല്ലാവർക്കും അനുഭവം ഉണ്ടാവുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും.